ജാഹ്നവിയെ കണ്ടെത്തിയപ്പോൾ ഒരു ഗ്രാമം മുഴുവനുമാണ് സന്തോഷം പങ്കുവെച്ചത്. അവരുടെ സന്തോഷപ്രകടനത്തിന് അതിരുകളില്ലായിരുന്നു. ജാഹ്നവിക്ക് അവർ ജയ് വിളിച്ചു. കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ 28-ാം തീയതി മാതാപിതാക്കളോടും ബന്ധുക്കളോടുമൊപ്പം ഇന്ത്യ ഗേറ്റിലെത്തിയ ജാഹ്നവിയെ കാണാതാവുകയായിരുന്നു. ജാഹ്നവിയുടെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെ ജാനക്പുരിയിലെ ഗുരുദ്വാര എന്ന സ്ഥലത്ത് റോഡരികിൽ നിൽക്കുമ്പോൾ ഒരു വഴിപോക്കനാണ് കുട്ടിയെ കണ്ട് സംശയം തോന്നി പോലീസിൽ അറിയിച്ചത്. കുട്ടിയെ കണ്ടെത്തുമ്പോൾ തല മുണ്ഡനം ചെയ്തിരുന്നു. കഴുത്തിൽ അവളുടെ പേരും എഴുതിയിരുന്നു. എന്നാൽ കുട്ടിയെ കാണാതായതെങ്ങനെയെന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും വൈദ്യപരിശോധന ആവശ്യമുണ്ടെന്നും പോലീസ് പറഞ്ഞു. തങ്ങളുടെ മകളെ കണ്ടെത്താൻ സഹായിച്ചവരോട് ജാഹ്നവിയുടെ പിതാവ് നന്ദി പറഞ്ഞു. आज हमारे साथ बच्ची को साथ देके मीडिया वालों ने भी हमारी हेल्प करी, दिल्ली पुलिस ने भी करी और यहाँ की पब्लिक ने भी करी, जो एक माँ बाप से एक बच्ची को दोबारा मिलवा दिया. उनका मैं शुक्रिया करूँगा. ഒപ്പം എല്ലാവർക്കും കുഞ്ഞു ജാഹ്നവിയുടെയും നന്ദി. കുട്ടിയെ കണ്ടെത്തുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സോഷ്യൽ മീഡിയകളിലും ജാഹ്നവിയെ കണ്ടെത്തുന്നതിനായി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നില്ലെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ ഇന്ത്യ ഗേറ്റിനു സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.